പണ്ടുപണ്ട് പച്ച പരവതാനികളാലും വെള്ളി നദികളാലും നിറഞ്ഞ ഒരു രാജ്യത്ത് ഒരു രാജാവും രാജ്ഞിയും ഒരു ആയുസ് മുഴുവൻ ഒരു കുഞ്ഞിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമുക്കൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ, ഈ ഒരു അനുഗ്രഹം മാത്രം. നമുക്ക് കാത്തിരിക്കാം പ്രിയേ. ഒരു ദിവസം രാവിലെ രാജ്യം ഉണർന്നത് ഒരു വലിയ സന്തോഷവാർത്തയോടു കൂടിയായിരുന്നു. കേട്ടോ, രാജ്ഞി ഒരു അമ്മയാകാൻ പോകുന്നു. അവസാനം ഒരു രാജകീയ അവകാശി വരാൻ പോകുന്നു. ദീർഘകാല കാത്തിരിപ്പിനു ശേഷം രാജ്ഞി അതിസുന്ദരിയായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. പ്രഭാതത്തിലെ ആദ്യ വെളിച്ചം പോലത്തെ തിളക്കമായിരുന്നു അവളുടെ മുഖത്തിന്. അവളുടെ മൃദുവായ ചിരിയാൽ കൊട്ടാരം നിറഞ്ഞു. രാജ്യത്തെല്ലാം ആഹ്ലാദം നിറഞ്ഞു. രാജാവ് ഒരു വലിയ വിരുന്നു തന്നെ തയ്യാറാക്കാൻ ഉത്തരവിട്ടു. ഇവളാണ് ഞങ്ങളുടെ പ്രിയ സന്തതി അറോറ. കൊട്ടാരത്തിലെ ഓരോ ഇടവും അലങ്കരിക്കൂ. രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചു വലിയ ഒരു സദ്യ തന്നെ ഒരുക്കൂ. ഇത് നമുക്ക് ആഘോഷമാക്കണം. കുഞ്ഞിന്റെ ജനനത്തിന് ആദരമായി 12 ഫേറിമാരും രാജസന്നിധിയിലെ എല്ലാ പ്രബുദ്ധന്മാരും ക്ഷണിക്കപ്പെട്ടു. ഫേറിമാർ ഓരോരുത്തരും അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും നിറഞ്ഞ സമ്മാനങ്ങളുമായി എത്തി. ഓരോ ഫേറിമാരെയും സ്വീകരിക്കുവാനായി സ്വർണത്തളികകൾ തയ്യാറാക്കി. പക്ഷേ നിർഭാഗ്യമെന്നു പറയട്ടെ, 12 തളികകൾ മാത്രമേ ഒരുക്കിയിരുന്നുള്ളൂ. രാജ്യത്തെല്ലാവരും മറന്നുപോയ പ്രായം കൂടിയ ഒരു 13ാമത്തെ ഫേറിയും ഉണ്ടായിരുന്നു. അവൾക്ക് സ്വർണത്തളിക ഒരുക്കുകയോ അവളെ ക്ഷണിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നെ കൂടാതെ വിരുന്നോ? മറക്കാനാവാത്ത വിധം അവർക്ക് ഈ വിരുന്ന് പ്രിയപ്പെട്ടതാക്കി കൊടുക്കാം ഞാൻ. പ്രിയപ്പെട്ട ഫേറികളെ, സ്വാഗതം. നിങ്ങളുടെ ഹൃദയം തയ്യാറാക്കിയ സമ്മാനങ്ങൾ കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ മകളെയും അനുഗ്രഹിച്ചാലും. ഒറോറയെ അനുഗ്രഹിക്കുവാനായി ആദ്യ ഫേറി മുന്നോട്ടു വന്നു. അവളുടെ ചിറകുകൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന പൂവിതളുകൾ പോലെയായിരുന്നു. തന്റെ മന്ത്രവടി പതിയെ ഒന്ന് തലോടി രണ്ടാം ഫേറി ബുദ്ധിശക്തിയാലും അനുഗ്രഹിച്ചു. ഈ ലോകത്തെ മുഴുവൻ സൗന്ദര്യവും സഹജീവികളോട് സഹാനുഭൂതിയും നിറഞ്ഞവളാവട്ടെ. സംഗീതം, നൃത്തം എന്നിവയിലെല്ലാം ഈ ലോകത്തിലുള്ളവയിൽ വെച്ച് ഏറ്റവും മികച്ച കഴിവ് സ്വന്തമാക്കുവാനാകട്ടെ. ഒന്നൊന്നായി ഫേരികൾ ധർമ്മം, ദയ, പാട്ട്, ജ്ഞാനം, സന്തോഷം ഇങ്ങനെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി. 12ാമത്തെ ഫേരി തന്റെ മാന്ത്രികവടി ഉയർത്തിയ നിമിഷം ഹാളിൽ മുഴുവൻ ഒരു വിചിത്രമായ നിശബ്ദത പടർന്നു. എന്റെ ഉള്ളിൽ എന്തോ പടർന്നു കയറുന്നത് പോലെ. എന്തോ പ്രശ്നമുണ്ട്. എന്തോ ഒരു അപകടം വരാൻ പോകുന്നു. അതേസമയം ഒരു കൊടുങ്കാറ്റ് പോലെ വാതിലുകൾ തുറന്നടിച്ചു. നിഴലുകളുടെ ഒരു കൊടുങ്കാറ്റ് ഹാളിലേക്ക് പടർന്നു കയറി. ഭീമാകാരമായ ഒരു നിഴൽ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അത് വേറെ ആരുമായിരുന്നില്ല, മാലിഫിസന്റ്, എല്ലാവരാലും മറന്നുപോയ 13ാമത്തെ ഫേറി. ഇത് അവള് തന്നെയോ? ഇത്ര വർഷത്തിന് ശേഷം? എന്തൊരു മനോഹരമായ ഒത്തുചേരൽ. മാലിഫിസന്റ്, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ അപമാനിക്കണമെന്ന് കരുതിയിട്ടില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ കരുതി. വിരുന്നിൽ പങ്കെടുക്കാൻ കഴിയാത്ത വിധം പ്രായമായി എനിക്കെന്ന് നിങ്ങൾ കരുതി? അല്ല, ഒരിക്കലും അങ്ങനെയല്ല. വർഷങ്ങളായി നിങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല. എല്ലാവരും കരുതിയത് നിങ്ങൾ ഏകാന്തതയിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്നാണ്. നിങ്ങൾ തന്നെ എല്ലാം തീരുമാനിച്ചു, എന്നെ അപമാനിച്ചു അല്ലേ? മാലഫിസന്റിന്റെ ദേഷ്യം ആർക്കും തന്നെ പിടിച്ചു നിർത്തുവാൻ കഴിയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? പ്രിയ മാലിഫിസന്റ്, ദയവായി ഈ ദേഷ്യം നീ എന്റെ കുഞ്ഞിന്റെ മേൽ തീർക്കരുത്. എന്നെ അപമാനിച്ചതിന്റെ ഫലം നിങ്ങൾ അനുഭവിച്ചിരിക്കും. അവളുടെ 16ാം പിറന്നാൾ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിനു മുൻപ് ഒരു ചർക്കയിൽ വിരൽ കൊള്ളുകയും അവൾ മരിച്ചു വീഴുകയും ചെയ്യും. ഇല്ല, എന്റെ കുഞ്ഞ്. ഈ ദിവസം നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കും. എന്നെ അപമാനിച്ചതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൾ അപ്രത്യക്ഷമായി.
മാലഫിസന്റിന്റെ ശാപം കൊട്ടാരത്തെ മുഴുവൻ പിടിച്ചു കുലുക്കി. എന്നാൽ ഒരു ഫെയ്രി കൂടി തന്റെ അനുഗ്രഹം നൽകുവാനായി ബാക്കിയുണ്ടായിരുന്നു. അതായിരുന്നു എല്ലാവരുടെയും അവസാന പ്രതീക്ഷ. ഇരുട്ടിനെ മയപ്പെടുത്താൻ തക്ക ശക്തമായൊരു വെളിച്ചമായി അവൾ മുന്നോട്ട് വന്നു. എനിക്കൊരിക്കലും ശാപം മുഴുവനായി മാറ്റുവാൻ കഴിയില്ല. പക്ഷെ 16ാമത്തെ വയസ്സിൽ ചർക്കയിൽ വിരൽ കൊള്ളുമ്പോൾ അവൾ മരിക്കുകയില്ല. പകരം അവൾ ഒരു 100 വർഷത്തെ ഗാഠനിദ്രയിലേക്ക് വഴുതി വീഴും. 100 വർഷത്തിനു ശേഷം ഒരു യഥാർത്ഥ പ്രണയ ചുംബനം അവളെ ഉറക്കത്തിൽ നിന്നും ഉണർത്തും. ദുഃഖിതനാണെങ്കിലും മകളെ സംരക്ഷിക്കാൻ ദൃഢനിശ്ചയം ചെയ്ത രാജാവ് ഉടൻ ഉത്തരവിട്ടു. രാജ്യത്ത് ഒരു ചർക്കയും ശേഷിക്കരുത്, എല്ലാം നശിപ്പിക്കുക. ഈ സന്ദേശം രാജ്യമെമ്പാടും അറിയിക്കുക. രാജ്യമെമ്പാടും രാജകൽപ്പന കാട്ടുതീ പോലെ പടർന്നു. തങ്ങളുടെ രാജാവിന്റെ കൽപ്പന മാനിച്ചുകൊണ്ട് എല്ലാവരും കൈവശമുണ്ടായിരുന്ന ചർക്കകൾ വിട്ടുനൽകി. പകലും രാത്രിയും ചർക്കകൾ തീയിൽ ചാമ്പലായി. താൻ ശാപത്തെ കീഴടക്കിയെന്ന് രാജാവ് കരുതി. വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. ഒറോറ സ്നേഹത്താലും ഫെയ്രിമാരുടെ അനുഗ്രഹത്താലും കൊട്ടാര മതിലുകൾക്കുള്ളിൽ സുരക്ഷിതയായി വളർന്നു. വർഷങ്ങൾ കഴിയുംതോറും രാജാവിൻ്റെയും രാജ്ഞിയുടെയും മനസ്സിൽ ഭീതി കൂടിക്കൊണ്ടിരുന്നു. എല്ലായ്പ്പോഴും എന്ന പോലെ സമയം മുന്നോട്ടു നീങ്ങി. തന്റെ 16ാം പിറന്നാൾ രാവിലെ രാജകുമാരി കൊട്ടാരത്തിലൂടെ അലഞ്ഞു നടക്കുകയായിരുന്നു. ഞാനീ കൊട്ടാരത്തിലെ എല്ലാ മുറികളും കണ്ടിട്ടുണ്ടോ? നടന്ന് നടന്ന് രാജകുമാരി ഒരു പഴയ തിരശീലയുടെ മുന്നിലെത്തി. അവൾ അത് പതിയെ മാറ്റി നോക്കിയപ്പോൾ അതാ മുൻപെങ്ങും കാണാത്ത ഒരു ഇരുട്ടു നിറഞ്ഞ മുറി. അതിലൊരു ഗോവണിയുമുണ്ട്. കൗതുകം നിറഞ്ഞ മനസ്സിൽ മുകളിൽ എന്താണുണ്ടാവുക എന്നറിയുവാനായി അവൾ പടികൾ കയറി മുന്നോട്ട് നീങ്ങി. ഒടുവിൽ അവൾ വർഷങ്ങളായി മറ്റാരും കാണാത്ത ഒരു ചെറിയ മുറിയിലെത്തി. കൊട്ടാരത്തിലെ ഏകാന്തമായ ആ മുറിയിൽ ഒരു വൃദ്ധ ലോകത്തിൽ നിന്ന് മറഞ്ഞിരുന്ന് അവസാന ചർക്ക ഉപയോഗിച്ച് നൂല് നെയ്തുകൊണ്ടിരിക്കുന്നു. രാജകുമാരി മുൻപ് അത്തരത്തിലൊരു കാര്യം കണ്ടിട്ടില്ലായിരുന്നു. ആ കറങ്ങുന്ന ചർക്ക അവളെ അത്ഭുതപ്പെടുത്തി. ഇതെന്താണ്? ഇതാണ് ചർക്ക. ഇതുപയോഗിച്ചാണ് നൂല് നെയ്യുന്നത് മോളെ. ഞാൻ ചെയ്തു നോക്കട്ടെ? ചെയ്തു നോക്കിക്കോളൂ മോളെ. അവളുടെ വിരൽ ആ ചർക്കയിൽ കൊണ്ട നിമിഷം മറഞ്ഞിരുന്ന ശാപം നിറവേറി. ഒറോറ ആഴത്തിലുള്ളൊരു മാന്ത്രിക ഉറക്കത്തിലേക്ക് വീണു. ദൈവമേ, ഞാൻ എന്താണ് ചെയ്തത്? ഒറോറ ഉറക്കത്തിലേക്ക് വീണ നിമിഷം തന്നെ 12ാമത്തെ ഫെയ്രി കൊട്ടാരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. രാജകുമാരി ഒറ്റയ്ക്ക് എഴുന്നേൽക്കുന്നത് തടയുവാനായി ഫെയ്രി തന്റെ മാന്ത്രിക ശക്തിയാൽ കൊട്ടാരത്തിലെ എല്ലാവരെയും ഉറക്കത്തിലേക്ക് നയിച്ചു. കൊട്ടാരത്തിൽ ഓരോരുത്തരായി ഉറങ്ങാൻ തുടങ്ങി. രാജാവും രാജ്ഞിയും സേവകരും കാവൽക്കാരും എന്തിന് മൃഗങ്ങൾ പോലും നിശ്ചലരായി നിശബ്ദരായി. താമസിയാതെ മുഴുവൻ കൊട്ടാരവും അതേ ശാന്തമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാജകുമാരി ഉണരുന്ന ദിവസത്തിനായി കാത്തിരുന്നു. ഫെയ്രി ഒറോറയെ കൊട്ടാരത്തിലെ ഏറ്റവും മനോഹരമായ മുറിയിലേക്ക് കൊണ്ടുപോയി. അവളുടെ യഥാർത്ഥ പ്രണയം അവളെ കണ്ടെത്തുന്നതുവരെ അവൾ ഏറ്റവും സുരക്ഷിതമായി തന്നെ ഉറങ്ങേണ്ടതുണ്ടായിരുന്നു. സുഖമായി ഉറങ്ങൂ ഒറോറ. നീ ഒറ്റയ്ക്കല്ല, മുഴുവൻ കൊട്ടാരവും നിന്റെ ഒപ്പം ഉറങ്ങുന്നുണ്ട്. അവളെ കൂടുതൽ സംരക്ഷിക്കുവാനായി ഫെയ്രി കൊട്ടാരത്തിന് ചുറ്റും മുള്ളുകളുടെ ഒരു കാട് പടർത്തിക്കയറ്റി. ആ കാട് വളർന്നു വലുതായി കൊട്ടാരത്തെ തന്നെ മുഴുവനായും മൂടി. അങ്ങനെ കൊട്ടാരം 100 വർഷത്തേക്ക് എല്ലാവരിൽ നിന്നും മറഞ്ഞ് ആഴ ഉറക്കത്തിൽ മുഴുകി. വർഷങ്ങൾ നിശബ്ദമായി കടന്നുപോയി. ഗ്രാമങ്ങളിൽ ഉറങ്ങുന്ന സുന്ദരിയായ ഒരു രാജകുമാരിയെക്കുറിച്ചുള്ള കഥകൾ പ്രചരിച്ചു. കാടിനുള്ളിൽ ഒരു രാജകുമാരി ആഴത്തിലുള്ള ഉറക്കത്തിൽ തന്നെ ഉണർത്തുവാൻ വിധിക്കപ്പെട്ട രാജകുമാരനായി കാത്തിരിക്കുന്നുണ്ട്. ഋതുക്കൾ കടന്നുപോയി. എന്നാൽ മുള്ളുകളാൽ ചുറ്റപ്പെട്ട കൊട്ടാരത്തിനുള്ളിൽ ഒരു ഇല പോലും ചലിച്ചില്ല. തങ്ങളുടെ ധീരത തെളിയിക്കുവാനായും സമ്പത്ത് മോഹിച്ചും സൗന്ദര്യം മോഹിച്ചും കുറേയേറെ ധീരന്മാർ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ആരും തന്നെ തിരിച്ചു വന്നില്ല. കൊട്ടാരത്തിനുള്ളിൽ സമയം നിശ്ചലമായിരുന്നു.
മാറുന്ന ലോകത്താൽ സ്പർശിക്കപ്പെടാതെ രാജകുമാരി സമാധാനത്തോടെ ഉറങ്ങി. പക്ഷേ വിധി ഇതിനകം തന്നെ അവളുടെ അടുത്തേക്ക് നീങ്ങുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ദൂരദേശങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു യുവരാജകുമാരൻ വലിയ വനത്തിന്റെ അരികിലുള്ള ഒരു എളിയ സത്രത്തിൽ ചെന്നു. അവിടെ ആളിക്കത്തുന്ന തീയുടെ അരികിൽ പരുക്കൻ ശബ്ദവും പ്രായം കൊണ്ട് മങ്ങിയ കണ്ണുകളുമുള്ള ഒരു വൃദ്ധൻ പറയുന്ന കഥ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങൾ എന്താണ് പറഞ്ഞത്? രാജകുമാരിയോ? അതെ, 100 വർഷത്തേക്ക് ഉറങ്ങാൻ ശപിക്കപ്പെട്ട അതിസുന്ദരിയായൊരു രാജകുമാരി തന്നെ ഉണർത്തുവാൻ വിധിക്കപ്പെട്ട രാജകുമാരനെ കാത്തുറങ്ങുകയാണ്. രാജകൊട്ടാരം മുള്ളുകൾ വിഴുങ്ങി നിൽക്കുന്ന ഒരു വേലിയുടെ ഉള്ളിലാണ്. പലരും കടന്നു പോകാൻ ശ്രമിച്ചിരുന്നു, ആരും തിരിച്ചെത്തിയിട്ടില്ല. എന്റെ വഴിയിൽ ഏത് കാടും മുള്ളും ഉണ്ടായിരുന്നാലും ഞാൻ അവളെ കണ്ടെത്തും. വൃദ്ധൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കവേ രാജകുമാരൻ തന്റെ കുതിരയിൽ കയറി കാലം മറന്നുപോയ ഒരു കൊട്ടാരത്തിലേക്ക് യാത്ര ചെയ്തു. മുള്ളുകൾ നിറഞ്ഞ കാട് കടന്നുപോകാൻ കഴിയാത്തതായിരുന്നു. പക്ഷെ രാജകുമാരന്റെ ധൈര്യം അവനെ പിന്നോട്ട് തിരിയാൻ അനുവദിച്ചില്ല. ഭീമാകരമായ ആ മുള്ളുകളെ സമീപിച്ച നിമിഷം വിചിത്രമായൊരു കാര്യം സംഭവിച്ചു. മുള്ളുകളാൽ നിറഞ്ഞ ആ വേലി പൂക്കാൻ തുടങ്ങി. 1 നൂറ്റാണ്ടിലാദ്യമായി മുള്ളുകൾ സ്വയം മാറുകയും വഴി തുറക്കുകയും ചെയ്തു. മുള്ളുകൾ മാറി വഴി തുറക്കുന്നോ? വിധിയാൽ നയിക്കപ്പെട്ട രാജകുമാരൻ തന്റെ കുതിരയിൽ മുന്നോട്ടു നീങ്ങി. കാവൽക്കാർ മരവിച്ചു നിന്നിരുന്ന വിജനമായ മുറ്റത്തിലൂടെ രാജകുമാരൻ നടന്നു. കൊട്ടാരം മുഴുവൻ കഥകളിൽ കേട്ടറിഞ്ഞതുപോലെ തന്നെയുണ്ട്. വിചിത്രം തന്നെ. കാലം തൊട്ടു തീണ്ടാത്ത ഒരു രാജ്യം. ഒരിടത്തും ഒരു ചലനവുമില്ല. പതിയെ രാജകുമാരൻ ഉയർന്ന ഗോവണിയുടെ പടികൾ ചവിട്ടിക്കയറി. അവിടെ അതാ ഒരു മനോഹരമായ മുറിയിൽ ഒറോറ സ്വപ്നത്തിലെന്ന പോലെ ഉറങ്ങുന്നു. എന്റെ രാജകുമാരി, ഒടുവിൽ ഞാൻ നിന്നെ കണ്ടെത്തി. സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടെ അവൻ മുന്നോട്ട് കുനിഞ്ഞ് അവൾക്കൊരു മൃദുല ചുംബനം നൽകി. യഥാർത്ഥ സ്നേഹത്തിന്റെ ചുംബനത്തോടെ നീണ്ട ശാപം അവസാനിച്ചു. ഞാൻ എവിടാണ്? എന്നോടൊപ്പമാണ്. 100 വർഷത്തെ ഉറക്കത്തിൽ നിന്നും നീ ഉണർന്നിരിക്കുന്നു. 100 വർഷത്തെ ഉറക്കത്തിൽ നിന്നും രാജകുമാരി ഒരു സ്വപ്നത്തിൽ നിന്നുണരുന്നതുപോലെ ഉണർന്നു. രാജകുമാരി കണ്ണു തുറന്നപ്പോൾ തന്നെ പ്രഭാത സൂര്യനു കീഴിലുള്ള മഞ്ഞുപോലെ കൊട്ടാരം മുഴുവൻ ആഴത്തിലുള്ള ഉറക്കത്തിൽ നിന്നുണർന്നു. വെളിച്ചം പടിപടിയായി കൊട്ടാരത്തിൽ നിറഞ്ഞു. സ്നേഹം രാജകുമാരിയെ മാത്രമല്ല ഉണർത്തിയത്, അവളോടൊപ്പം ഉറങ്ങിയ എല്ലാ ഹൃദയങ്ങളെയും ഉണർത്തി. കൊട്ടാരം ചിരികളാൽ നിറഞ്ഞു. രാജകുമാരനും രാജകുമാരിയും എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി വിവാഹിതരായി. അവരുടെ വിവാഹ ആഘോഷങ്ങൾ ദിവസങ്ങളോളം നീണ്ടുനിന്നു. രാജ്യം വർഷങ്ങൾക്ക് ശേഷം ആർത്തുല്ലസിച്ചു. അന്നുമുതൽ അവർ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ശാന്തമായി ഒരുമിച്ച് ജീവിച്ചു.